ഒട്ടിക്കാനും പാടില്ല, എന്നാൽ തിക്കാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് മിക്സ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യണം. ഇനി കണ്ണിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് വരെങ്കിൽ ഒരു കോട്ടൺ വെച്ച് കൊടുക്കാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഫേസിൽ ഈ ഒരു പോർഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മളിത് റിമൂവ് ചെയ്യണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ടച്ച് ചെയ്താലൊന്നും നമ്മുടെ കയ്യിലൊന്നും ആവുന്നില്ല. ഇതുപോലെ ആവുമ്പോഴത്തേക്കും നമുക്കിതിനെ റിമൂവ് ചെയ്യാം. 15 to 20 മിനിറ്റ്സ് വരെ നമുക്കിത് വെക്കാം ഫേസിൽ. ഇതുപോലെ പൊളിച്ചെടുക്കാം. ഇതുപോലെ ഐബ്രോസിൽ ഇങ്ങനെ ഒട്ടിയിരിക്കാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ കുറച്ച് അലോവേര ജെൽ അപ്ലൈ ചെയ്യും. ബാലൻസ് ഉള്ളത് നമുക്ക് ജസ്റ്റ് കോട്ടൺ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളിത് സ്കിന്നിൽ ടച്ച് ചെയ്താൽ അറിയാം നല്ല സോഫ്റ്റും ഹൈഡ്രേറ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. പുറത്തേക്ക് ഇറങ്ങുന്നതിന് സൺസ്ക്രീൻ ഇടാം കേട്ടോ. ഇത് നമുക്ക് പല ഡിഫറെൻറ്റ് ടൈപ്പും പല ബ്രാൻഡുകളിലും നമുക്ക് പീൽ ഓഫ് മാസ്കുകൾ കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് നമ്മൾ ഇപ്പോൾ ഓവർ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകളിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത പീൽ ഓഫ് മാസ്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഓവറായിട്ട് ആക്നെ പ്രോബ്ലം ഉള്ളവർ, സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കൊക്കെ നമ്മൾ അത് അവർക്ക് പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട്.